ഒടുവിൽ 38 അധ്യായം ഈ യഹൂദയുടെ ഒരു ചെറിയ സബ്ജക്റ്റാണ് താമാറിൻ ചരിത്രം. അത് ഇന്ന് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രത്തിൽ കൗലടയം കയറി. 2 പിള്ളേർ ഈ ഗോത്രത്തിനകത്ത് കൗലടയം കയറി. അതാണ് 38 വിഷയം. കൗലടയം കയറാൻ ഒറ്റ വാക്കിൽ അതിനുള്ള ആലോചന പറയാം. കൗലടയൻ ആ 38 അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലുണ്ടല്ലോ, 2 പിള്ളേർ താമാറിന് യഹൂദയിൽ കൂടി ജനിച്ച 2 പിള്ളേരുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇല്ലേ? ഉണ്ടല്ലോ. വായിച്ചു. ഇവനെ ചിത്രം ഉണ്ടാക്കി. അങ്ങനെ ചിത്രം ഉണ്ടാക്കി എൻ്റെ പേര് ഉറക്കെ പറ. പേരസ്. പിന്നെ പേരസ് ചിത്രം ഉണ്ടാക്കി എൻ്റെ പേര്. അല്ല, അവര് പറയട്ടെ, നിങ്ങൾ ക്ലിയറായിട്ട് പറയുന്നുണ്ടെന്ന് അവര് പറയട്ടെ. ചിത്രം ഉണ്ടാക്കി എൻ്റെ പേര്. ഇപ്പൊ ആരും ചിത്രം ഉണ്ടാക്കിയില്ലേ? ഉറക്കെ പറ. പേരസ്. ചിത്രം ഉണ്ടാക്കി എൻ്റെ പേര്. നല്ല പേരാ, പിരിച്ചെഴുതിയാ മതി പേര്. ഈ ചിത്രം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, സഭയ്ക്കകത്തുണ്ട്, കുടുംബത്തിനകത്തുണ്ട്, നാട്ടിലുണ്ട്, ഇല്ലേ? ചുമ്മാ ഇരുന്ന് കുരുക്കൊപ്പിച്ച് ചിത്രം ഉണ്ടാക്കും. ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ പിന്നെ വേറെ ദിവസം അവിടെ എല്ലാം വായിക്കും. ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. വല്ല കാലത്ത് സഭയ്ക്കകത്ത് വരും, ചിത്രം ഉണ്ടാക്കിയേച്ച് ചില വീട്ടിൽ ചെല്ലും, അവിടെ ചിത്രം ഉണ്ടാക്കിയേച്ചേ പോകുള്ളൂ. കുഞ്ഞുഞ്ഞമ്മയോട് തങ്കച്ചന് വലിയ താല്പര്യം ഇല്ലല്ലയോ? നീ തന്ന കാപ്പിയും കുടിച്ചേച്ച് മര്യാദയ്ക്ക് ഇറങ്ങി പോയാൽ പോരെ? നീ പൊങ്കച്ചൻ്റെ കാര്യമൊന്നും ചിത്രം ഉണ്ടാക്കുക. കുഞ്ഞുഞ്ഞമ്മയോട് തങ്കച്ചന് വലിയ താല്പര്യം. ആ പുള്ളി അങ്ങനെ അറിഞ്ഞു. ഉടനെ കുഞ്ഞുഞ്ഞമ്മ, അമ്മാമ്മയ്ക്കെങ്കിലും മനസ്സിലായല്ലോ, ഞാൻ വർഷങ്ങളായിട്ട്. നിങ്ങൾ എന്നെ നോക്ക. ഉടനെ തങ്കച്ചനോട് ഇന്ന് പറയും, മോളിക്ക് തങ്കച്ചനോട് വലിയ മമത ഇല്ലല്ലേ? എന്നാ ചെയ്യാനാ, വന്നു പോയി, അനുഭവിക്കല്ലാതെ. ചിത്തിരിപ്പുണ്ടാക്കും. സഭയ്ക്കകത്ത് വന്ന് ചിത്തിരിപ്പുണ്ടാക്കുന്നവരുണ്ട്, ഇല്ലേ? യോജിച്ചിരിക്കുന്നവരെ ചിത്തിരിപ്പുണ്ടാക്കും. പാസ്റ്റർക്ക് നിങ്ങളോട് വലിയ താല്പര്യമില്ലെന്നാ? ഒന്നാണ് അച്ഛനും മനസ്സിലായല്ലേ? ഞങ്ങളുടെ കൊച്ചാനോട് ചില കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടല്ലേ? ബോധ്യപ്പെട്ടല്ലേ? ബോധ്യപ്പെട്ടു. കണ്ടോ? നമ്മളൊരു സഭയിൽ ചെന്നാൽ, ഒരു വീട്ടിൽ ചെന്നാൽ, ഒരു സ്ഥലത്ത് ചെന്നാൽ ചിത്തിരിപ്പുണ്ടാക്കരുത്. ചിത്തിരിച്ചിരിക്കുന്നതിനെ യോജിപ്പിക്കണം. ചില പാസ്റ്റർമാർ, എല്ലാവരുടെയും കാര്യമല്ല, ചില പാസ്റ്റർമാർ ചില വീട്ടിൽ ചെന്ന കലക്കം ഉണ്ടാക്കും. ഞങ്ങളുടെ ഒരു കൊച്ചൻ പറഞ്ഞാണ്ട് കുടുംബം കലയ്ക്ക് വരുന്നെന്ന് ഒരാളെ പറ്റി പറഞ്ഞതാ. കുടുംബം കലക്കി നമ്മളെ പറ്റി അത് പറയിപ്പിക്കരുത്. അയ്യോ, ആ പാസ്റ്ററും കുടുംബവും വന്നതാ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടത്. ആ ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാലുകുത്തി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വീടിന് വിടുതല. ഞങ്ങൾ രണ്ട് തട്ടിലിരിക്കാൻ അവൻ ഉദ്ദേശിച്ചതാ. പക്ഷേ ആ ദൈവദാസിയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ചു, ആലോചന തന്നു, അരുളപ്പാട് തന്നു. അയ്യോ, ഞങ്ങളുടെ വീടിന് രക്ഷയായി. ആ സഹോദരി ഞങ്ങളുടെ വീട്ടിൽ വന്നതാ ഞങ്ങളുടെ കുടുംബത്തിന് വിടുതലായത്. പറയിപ്പിക്കണം. ഇതങ്ങനല്ല. അയ്യോ, ആ മൂദേവി വന്നതാ ഈ കലക്കല്ല. ആ വാറതാൻ എവിടെ ചെന്നാലും കലക്കിയേച്ചേ.
അലസ്യാൻ എന്നെ ഒരു പ്രയാസം പോലെ ഞാൻ പറഞ്ഞതിനത്തിൽ കൈ അടിച്ചു, സമ്മതിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. റേച്ചാനും കൈ പൊക്കി. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. നീ ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടുകാർ പറയണം വന്നത് നന്നായെന്ന്. നീ ഒരു സഭയിൽ ചെന്നാൽ പറയണം അയ്യോ ആ പാട്ടും ആ സാക്ഷ്യവും കേട്ടപ്പോൾ എനിക്കൊരു ചൈതന്യമുണ്ടായി. സ്തോത്രം. ഒരു വ്യക്തി റോഡിലോ ചന്തയിലോ അല്ലെ കടയിൽ കയറിയപ്പോൾ എവിടെ വെച്ചെങ്കിലും നിന്നെ കണ്ടാൽ ഇടപെട്ടാ പറയണം അയ്യോ കണ്ടത് എനിക്ക് ഗുണമായി. സ്തോത്രം. ചിത്തിരിപ്പുണ്ടാക്കരുതെന്നാ പറഞ്ഞത്. അപ്പൊ ഈ രണ്ടെണ്ണം ജനിച്ചു. ആ മൂത്തവൻ അവൻ വായിച്ച് അടുത്ത വാക്യം വായിച്ചേ. നീ ചിത്തിരിപ്പുണ്ടാക്കി. അടുത്തത് രണ്ടെണ്ണം. അപ്പൊ ഇങ്ങനെ യഹൂദ ഗോത്രത്തിൽ കൗലടയം പ്രവേശിച്ചു. ഇത് പ്രവേശിക്കാൻ കാരണം ഞാൻ ആ ഭാഗം നിങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിച്ച ഒരു പദമുണ്ട്. 38:1 വായിച്ച ഇതിങ്ങനെ വരാൻ കാര്യം അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ടു. അതാ ചിത്തിരിപ്പ് വരാൻ കാര്യം. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ടു എന്ന് പറഞ്ഞ കൂട്ടവും കൂട്ടായ്മയും വിട്ടു. സഹോദരന്മാരെ വിട്ടു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച്, അങ്ങനെ പുസ്തകത്തില്ല, ഒത്തൊരുമിച്ച് വസിക്കണം. അല്ല സഹോദരനെ വിട്ടേച്ച്. പണ്ട് ഞങ്ങളുടെ ഒരു അവരിനി അറിഞ്ഞ പ്രശ്നമാണ്, എന്നാലും പറയാം. അപ്പനും മോളും കൂടെ ഈ പരീക്ഷ എഴുതുമ്പോൾ ഒരു ഇത് കിട്ടുമല്ലോ, എന്തുവാ അതിന് പറയുന്നത്, ഹോൾ ടിക്കറ്റ്. ഹോൾ ടിക്കറ്റ്. എനിക്ക് ഈ ആംഗലേയ ഭാഷ വലിയ വശമില്ലാത്തതുകൊണ്ട് അപ്പനും മോളും കൂടെ ബോട്ടിൽ കയറി ചങ്ങനാശ്ശേരി വന്നു. അപ്പം പ്രായമുള്ള ആളാ. അപ്പനോട് പറഞ്ഞ NSSൻ്റെ അവിടെ എങ്ങാണ്ട അച്ചായൻ ഇവിടെ നിൽക്കി, ഞാൻ ഹോൾ ടിക്കറ്റ് മേടിച്ചോണ്ട്. അയാൾ വൈകിട്ട് 6:30 വരെ നിന്ന് ഹോൾ ടിക്കറ്റും കാണുന്നില്ല. മോള് പിന്നീട് അയാൾ തളർന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു മോള് ഇന്നവൻ്റെ കൂടെ പോയി അവരുടെ വീട്ടിലുണ്ടെന്ന്. ഇത് ദൂരെയെങ്കിലും നടന്ന കാര്യമല്ല, നടന്ന കാര്യമാണ്. ഇപ്പോഴും ആ മോള് കൊണ്ട് മോക്ക് കൊച്ചായി. അടുത്ത കാലത്ത് കേട്ട് മോടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരായിരുന്നു. എൻ്റെ കുഞ്ഞുനാൾ നടന്ന കാര്യമാണ്. ജനിപ്പിച്ച് അപ്പനെ മതിലിൻ്റെ അവിടെ നിർത്തിയേച്ച് പറഞ്ഞ ഇന്ന് വരെ ഹോൾ ടിക്കറ്റുമായിട്ട് അവൾ ചെന്നിട്ടുമില്ല. എങ്ങനുണ്ട് എന്ന് പറഞ്ഞ പോലെ യഹൂദ സഹോദരന്മാരെ വിട്ടു. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, നീ കൂട്ടായ്മയിൽ ബന്ധപ്പെട്ട് നിന്നോണം. ഈ കൂട്ടായ്മ ആരാധനയിലും ബന്ധപ്പെടുന്നത് കൊണ്ട് നിനക്ക് വലിയ അല്ലലില്ലാതെ നീ പോകുന്നത്. ഈ പാട്ടും ഈ പ്രാർത്ഥനയും ഈ ആരാധനയും ഈ സ്തോത്രം ചെയ്യുകയും ഈ വചനധ്യാനോ ഈ സംഗീത ശുശ്രൂഷ ഈ കൂട്ടായ്മ ഉള്ളത് കൊണ്ട് അവൻ നിനക്ക് വലിയ കുഴപ്പമില്ലാത്തത്. പ്രൈസ് ദി ലോർഡ്. ഞാനപ്പോൾ നമ്മൾ കഴിക്കുന്നതെല്ലാം വിഷമാ അല്ലേ? അന്തരീക്ഷം മുഴുവൻ വിഷം. സൈമൺ സാറ് പാടിയൊരു പാട്ടിന്റെ പേരുണ്ട്, ഈ വിഷാണു കളകന്നു, ഈ വിഷാണു കളകന്നു, വാനം ശുദ്ധം ആയിടും, വാനം ശുദ്ധം ആയിടും. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം 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 മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം. അപ്പൊ ഈ അന്തരീക്ഷം മുഴുവൻ വിഷമയമാണ്. കടിക്കുന്നതെല്ലാം വിഷമാണ്, ശ്വസിക്കുന്നതും വിശ്വസിക്കുന്നതെല്ലാം വിഷമയമാണ്. പക്ഷേ എൻ്റെ ഭാഷയെ പറയാ, ദൈവമക്കളോടായി പറയുന്നത്. ആമേൻ, സ്തോത്രം. നീ പക്ഷെ ഇവിടെ ആയുസോടിരിക്കുന്നത് ഈ സ്തോത്രവും പ്രാർത്ഥനയും ഉള്ളത് കൊണ്ടാണ്.
ഞാനങ്ങ് ഓപ്പണായിട്ട് പറയാം, പണ്ട് മത്തി മേടിക്കാൻ കൊട്ടയ്ക്കകത്താ മത്തി. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കണ്ടിട്ടുണ്ട്. വള്ളിക്കൊട്ടയ്ക്കകത്ത് മത്തി, അതിൻ്റെ സൈഡിൽ കുറച്ച് വട്ടയിലയും കാണും. വട്ടയില ഒന്നും കണ്ടിട്ടില്ല. വട്ടയിലയും മത്തിയും കൊട്ടയും. അപ്പം മീൻകാരൻ വന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ശബ്ദം കേൾപ്പിക്കുന്നത്. അതിന് മുന്നേയൊക്കെ കൂവുക, നല്ല കൂച്ചയാണ്. ഞങ്ങളുടെ അമ്മ പറയും കാശ് കൊടുത്താൽ കൂവി നടക്കുന്നതെന്ന്. അവരുടെ ജോലിയാണ്. അത് തെറ്റായ ജോലിയല്ല, നല്ല ജോലിയാണ്. ജോലി ചെയ്യല്ലേ. അപ്പോൾ ഈ മത്തിക്കാരൻ വരുമ്പോൾ നമ്മൾ മത്തി മേടിക്കാൻ ഞാനും പോയിട്ടുണ്ട്. അന്നൊക്കെ എണ്ണം അനുസരിച്ചും തരും. 1 രൂപയ്ക്ക് 100 മത്തി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മട്ടയിലേക്കാതെ. അപ്പം മത്തി എടുക്കാൻ മുഴുവൻ മണിയനീച്ചയാണ്. എന്നും പറഞ്ഞിങ്ങനെ അതിനെ ആട്ടി കളഞ്ഞ ചായി മത്തി എടുത്ത് തരുന്നത്. ഇന്ന് മത്തിക്കാരൻ വരട്ടെ, ആ താലൂക്കിലൊരു ഈച്ചയില്ല. താലൂക്കിലൊരു ഈച്ച. കാരണം ഈച്ചയ്ക്ക് പോലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിനകത്ത് ആവശ്യമില്ലാത്തതല്ല, മുഴുവൻ വിഷമാണ്. സ്തോത്രം. അപ്പം മുഴുവൻ ശ്വസിക്കുന്നതും ഉച്ഛസിക്കുന്നതും കടിക്കുന്നതെല്ലാം വിഷമാണ്. പക്ഷേ ഇന്ന് രാത്രിയും ഞാനും നിങ്ങളും ഇരിക്കുന്നതും അവൻ ആയുസോടെ വന്നതല്ല ഈ സ്തോത്രവും ഈ പ്രാർത്ഥന ഈ കൂട്ടായ്മയും ഈ ആരാധനയും ഈ കൂടിവരവുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവമക്കൾ കൂട്ടം മുടക്കരുത്, കൂടിവരവ് മുടക്കരുത്, കൂട്ടായ്മ മുടക്കരുത്. ജോലിയുള്ളവർ ജോലിക്ക് പോകണം, ബിസിനസ് ഉള്ളവരുണ്ട് അവരതിന് പോകണം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകണം. ഇന്ന് പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. ഞാൻ ഇന്ന് സ്കൂളിൽ നാളെ കൺവെൻഷനുണ്ടോ? കൺവെൻഷനുണ്ട്. എന്നാൽ ഇനി കൺവെൻഷൻ എത്ര ദിവസമുണ്ട്? ജോഹാൻ എന്നെ നോക്കുന്നു. ഒരാളുടെ കാര്യമല്ല, മൊത്തത്തിൽ കാര്യമാണ്. സ്കൂളിൽ പോകേണ്ട പിള്ളേർ സ്കൂളിൽ പോകണം. ഞങ്ങളുടെ കുന്നോറമ്പിലെ തമ്പിയുടെ മോൾ, അവളിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു ഇവിടെ ബാംഗ്ലൂരാണ്. അവൾ കൊച്ചിലെ പറയുന്നത് അങ്ങനെ എന്നെ തന്നെ സ്കൂളിൽ വിട്ടച്ച് അച്ഛനും അമ്മയും പപ്പായും മമ്മിയോടെ ഇങ്ങനെ ഇരുന്ന് രസിക്കണ്ടെന്ന്. അപ്പോൾ തമ്പി പറഞ്ഞു പിന്നെ എന്നെ നിങ്ങളുടെ സ്കൂളിലോട്ട് വരാൻ. അങ്ങനെ എന്നെ തന്നെ നമ്മുടെ ശിവപാസയുടെ അമ്മയുടെ അനിയത്തിയുടെ പിള്ളേരുണ്ട്. അവരിപ്പം പ്രായമായി കല്യാണം കഴിച്ചു. നമ്മുടെ ചൗമേൽ പാസയുടെ പിള്ളേർ. അപ്പോൾ ട്രാൻസ്ഫർ ആകുമല്ലോ. അപ്പോൾ ട്രാൻസ്ഫർ ആയി 3 വർഷം അമ്മയ്ക്കെടുത്ത് ഈ 3 വർഷം കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തോട്ട് അവിടെ ചെന്നപ്പോൾ പിള്ളേരെ സ്കൂളിൽ. അപ്പോൾ ഒരുത്തം പറഞ്ഞു ഇവിടെ ചെല്ലുന്നിടത്തല്ലേ ഈ സ്കൂൾ ഉണ്ടാക്കിയത് ആരാ? അവനോർത്ത് ഇവിടം കൊണ്ട് സ്കൂള് തീർന്ന് അടുത്ത സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ സ്കൂളിൽ കൊണ്ട് സ്കൂളിൽ ചേർക്കാം. അവന് ചെല്ലുന്നിടത്തല്ല സ്കൂൾ ഉണ്ടാക്കി വെച്ചത്. അവനതാ അറിയേണ്ടത്. ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകണം, ജോലിയുള്ളവർ ജോലിക്ക് പോകണം, മറ്റേ ബന്ധപ്പാടുള്ളവർ ചെയ്യണം. പക്ഷേ വെറുതെ മെനക്കെട്ട് കൂട്ടായ്മ മുടക്കി ഇരിക്കരുതെന്നായി പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരുന്നാൽ നീ അവസാനം ഒരു കൂട്ടായ്മയ്ക്ക് കൊതിക്കും. അയ്യോ ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിരുന്നേ കൊള്ളായിരുന്നു, ദൈവമേ 2 ദൈവമക്കൾ ഇങ്ങോട്ട് കയറിയിരുന്നെങ്കിൽ. കാരണം ആമ്പലിൻ്റെ വള്ളി പോലെല്ലാം തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുക, 2 സൈഡിലും കമ്പിയുണ്ട്, അനങ്ങാൻ പോലും മേലാതെ. ഇന്നാളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ കാലും കയ്യും എല്ലാം കെട്ടി വെച്ചിരിക്കണം. കാരണം വലിക്കുകയല്ലേ, ആർക്കും വരാതിരിക്കട്ടെ, വന്നവരെ വിടുവിക്കട്ടെ. പക്ഷേ ആ കിടപ്പിൽ കിടന്ന് ചിലപ്പോൾ ചിന്തിച്ച് കാണും, അയ്യോ ആക്കമുള്ള കാലത്ത്, ആയുസുള്ള കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് ഞാൻ പലതും മുടക്കിയാലാ. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് അത് വരരുത്. കൂട്ടായ്മ മുടക്കരുത്, കൂടിവരവ് മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്, ആരാധന മുടക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ അതുകൂടെ പറഞ്ഞത് യോസേപ്പിൻ്റെ ഒരു പ്രകൃതി, ഒരു എന്തുവാ അതിന് പറയുന്നത്, യോസേപ്പിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രയാസം. പുള്ളിക്ക് എൻ്റെ ഭാഷയിൽ പറയാ തുണി വാഴുകയില്ല. യോസേപ്പിന് എൻ്റെ ഭാഷയാ വസ്ത്രം വാഴുകയില്ല. ഈ 10-12 പിള്ളേരൊക്കെ വീട്ടിലുള്ളതിലെ അപ്പൻ യോസേപ്പ് വാർദ്ധക്യത്തിലെ പുത്രനായതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഭാര്യ റാഗേലിൽ കൂടി ജനിച്ചതായതുകൊണ്ട് നല്ല നിലയെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു. 32:3 ആ ആ കൊടുത്തു. വാഴുകയല്ല. 23-ാം വാക്യം വായിച്ചേ.
ഒന്നുകൂടെ വായിച്ചേ. ആ ഉണ്ടോ വാഴുകയല്ലെന്നായി പറഞ്ഞത്. എന്തിയാ ഇതായി പാവത്തിന്? വസ്ത്രം വാഴുകയല്ല. അവന്മാരെല്ലാം കൂടെ കൂടി ഊരി. എന്നാ ഷിനിപ്പാസ് വാഴുകയല്ല. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയോ സ്തോത്രം വസ്ത്രമെല്ലാം ലഭിച്ച് ജീവിതം ആരംഭിച്ച് അവസാനം ആ തള്ളയിടൊക്കെ ചെന്നപ്പം അതും വാഴുകയില്ല. 39 അധ്യായത്തിൻ്റെ 16 12 ഞാൻ പറഞ്ഞ വാക്യം വായിക്കേ, 13 വായിക്കേ. അത് വായിച്ചാൽ മതി. എന്തിനാ 12 വായിച്ചേ? 13 വായിക്കേ. ഒന്നുകൂടെ വായിച്ചേ. അടുത്ത വാക്യം വായിച്ചോ. അല്ല, അതിന്റെ മുകളിലുണ്ട് അവൻ വരുവോളം. ആ വാക്യം വായിച്ചേ. 16 വാക്യമല്ലേ? യജമാനൻ വീട്ടിൽ വരുവോളം. എങ്ങോട്ട് യോസേഫ് വസ്ത്രം മാടുകയല്ല. അപ്പം കൊടുത്ത നിലയെങ്കിൽ ചേട്ടന്മാരെല്ലാം കൂടെ ഒരിയെടുത്തു. ഇപ്പൊ തണ്ടി തള്ള അതും കൈ വെച്ചോണ്ടിരിക്കുക. പക്ഷേ ഞാൻ ആ ഭാഗം പഠിച്ചപ്പം ഇദ്ദേഹം പരമാർത്ഥിക്കാൻ നിരപരാധിയാ. പക്ഷെ അത് പറഞ്ഞാൽ അവിടെ ഏക്കുകയല്ല. എവിടെ? എല്ലാവരും ഈ തള്ളയുടെ പക്ഷമാ. ഇപ്പം നിങ്ങൾ സഹോദരിമാരെന്നെ തുറച്ചു നോക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇപ്പം ഈ കോടതിയാന്നേലും ലോകമാന്നേലും എല്ലാം ഈ സഹോദരിമാർക്കാ കൂടുതൽ പുരുഷന്മാരും ഉണ്ട്. എന്നാലും അതിൻ്റെ ചില സ്ത്രീകൾ ഞാൻ കുടുംബ കോടതിയിലോട്ട് പോകും. കൂടുതൽ കളിച്ചാൽ വനിതാ എനിക്ക് കിട്ടേണ്ടത് വനിതാ കമ്മീഷൻ. നിങ്ങൾ ഓർക്കുന്നത് പേപ്പർ എഴുതിക്കൊണ്ട് വനിതാ കമ്മീഷൻ ചെന്നാണ് അവർ ഉടനെ വായിച്ച ഉടനെ തന്നെ അവൻ്റെ കൊങ്ങാക്കി പിടിക്കുമെന്നാണോ? നല്ല ശേലായി. സ്തോത്രം. ഞാൻ ആ ഭാഗമെല്ലാം പഠിച്ചു. യോസേപ്പിനെ ദൈവം മാനിച്ച് ഈ വിധത്തിൽ. പക്ഷേ യോസേപ്പ് ആ സ്ത്രീയെ പറ്റി ഒരൊറ്റ ആക്ഷേപം ആരോടും പറഞ്ഞില്ല. ഞാനത് മുഴുവൻ എന്ന് വായിച്ചു. ഈ ശോഭകേടെല്ലാം ഈ തള്ള ആക്ഷേപവും അപവാദവും എല്ലാം പറഞ്ഞിട്ട് യോസേപ്പിന്റെ നാവിന്ന് അതാ ഫലപ്രദമായ വൃക്ഷം ഒരക്ഷരമായി ഇന്ന് വന്നില്ല. സ്തോത്രം. നമുക്ക് നല്ല മാതൃകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിനക്കെതിരെ ആക്ഷേപവും അപമാനവും പറയുമ്പോൾ നീ ഒരക്ഷരം മിണ്ടരുത്. എൻ്റെ ഭാഷ പറഞ്ഞ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനിച്ചു തീർന്നപ്പോൾ 40-ാം അധ്യായത്തിൽ അകമ്പടി നായകന്റെ വീട്ടിൽ കാരാഗ്രഹത്തിൽ കിടന്ന ഒരു സ്വപ്നം കണ്ടു. 41-ൽ ഫറവോൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നം യോസേപ്പ് വ്യാഖ്യാനിച്ചു. 41-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ സ്വപ്ന വ്യാഖ്യാനം നടത്തിയപ്പോൾ ഫറവോൻ തന്റെ കയ്യിൽ കിടന്ന മുദ്രാമോതിരം ഒരു യോസേപ്പിനിട്ടു. അങ്ങനല്ലേ? 41-ാം അധ്യായത്തിന്റെ 14 വാക്യമാണ്. 14ആണോ? ഒന്ന് വായിച്ചേ. ഊരി യോസഫിന്റെ കൈ കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് ഒരു സ്വർണ്ണ സരപ്പളി അവന്റെ കഴുത്തിലിട്ടു. എല്ലാ ഭാഗം എടുക്കുന്നതിൽ ഒരൊറ്റ പോയിന്റ് പറഞ്ഞ് അങ്ങ് നിർത്തുക. ഈ സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഫറവോന് കാര്യമെല്ലാം ബോധ്യപ്പെട്ടു. ഫറവോൻ തന്റെ കയ്യിൽ കിടന്ന മുദ്രാമോതിരം ഊരി യോസേഫ്, ഇത് ചുമ്മാ ഒരു മോതിരമല്ല, ചെമ്പ് വളച്ച് ഇട്ടതൊന്നുമല്ല. അവിടെ ചെമ്പ് വളച്ച് അധികാരത്തിന്റെ മുദ്രയാ. സ്തോത്രം. ആ മുദ്രമോതിരം ഫറവോൻ ഊരി യോസേപ്പിന്റെ കയ്യിലോട്ടിട്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇന്ന് അങ്ങ് നിർത്താം. ചില നാളുകൾക്ക് മുമ്പ് ആ നിരപരാധിയാകുന്ന യോസേപ്പിന്റെ കയ്യിൽ ചങ്ങലയെല്ലാം ഇട്ട് ബന്ധിക്കപ്പെട്ടവനായിട്ട് ഇതിലേക്കൂടെ പോയതാ. എല്ലാവരും വന്ന് ആക്ഷേപിച്ചു. എല്ലാവരും പരിഹസിച്ച് കാണില്ലേ? ചെറുപ്പക്കാരനാ, വളരെ ചെറുപ്പമാ.
10-25 വയസ്സ് കഴിഞ്ഞു. ആ പയ്യനെ കുറ്റം എന്താണെന്നറിയാമല്ലോ. അപ്പൊ ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ടവനായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുമ്പം എന്തെല്ലാം ആൾക്കാർ പറഞ്ഞു കാണും അല്ലേ? ഈ സത്യം അറിയാത്തവരും കയറി അഭിപ്രായം പറയും. എന്നാലും നീ ഞങ്ങളുടെ അമ്മാമ്മയോട് തന്നെ, ഞങ്ങളുടെ അമ്മാമ്മ ആരാന്നറിയാമോ? സോദരി സമാജത്തിൻ്റെ പ്രസിഡന്റാ. ആ അമ്മാമ്മയോട് തന്നെ നീ ഭയങ്കര പ്രാർത്ഥനക്കാരൻ. യോസേപ്പ് ഒന്നും വേണ്ട. യോസേപ്പിനറിയാം ഇതെല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇതെല്ലാം വെളിച്ചത്ത് വരുന്ന ഒരു സുദിനമുണ്ട്. തന്നല്ല യോസേപ്പ് ഇപ്പൊ പറഞ്ഞ ആരും ഏക്കത്തില്ല, ആരും ഏക്കത്തുമില്ല, അംഗീകരിക്കത്തുമില്ല. പിന്നെ അത് ക്ഷീണമാകും. യോസേപ്പിനറിയാം ഇതെല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. കാത്തിരുന്നു. തക്ക സമയം വന്നപ്പോൾ ഫറവോന്റെ മനസ്സിനെ ഉണർത്തി. സ്വപ്നം കണ്ട അർത്ഥം പിടികിട്ടുന്നില്ല. അങ്ങനെ കൊണ്ടുവന്ന് യോസേപ്പിനെ മുമ്പിൽ നിർത്തി. യോസേപ്പ് വ്യാഖ്യാനിച്ച് കാര്യമെല്ലാം പറഞ്ഞു. ഫറവോന് ബോധ്യപ്പെട്ട് കൈ കിടന്ന മുദ്രാമോതിരം യോസേപ്പിൻ്റെ ഈ കൈ പണ്ട് ചങ്ങല വീണ കൈയാ. ആ ചങ്ങല വീണ കൈ ദൈവം ചങ്ങല അഴിച്ചേച്ച് ഇപ്പോൾ അധികാരത്തിൻ്റെ മുദ്ര കൈ വന്നു. എന്ന് പറഞ്ഞാൽ ദൂത് ഇത്ര ഉള്ളു. നീ എന്നും ബന്ധിക്കപ്പെട്ട് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എന്നും തകർന്ന് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എന്നും കാരാഗ്രഹത്തിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എന്നും നിരാശ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എന്നും രോഗിയാകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എന്നും തകർന്നു പോകാൻ അനുവദിക്കത്തില്ല. നിന്റെ ബന്ധനങ്ങളെ അടിച്ച് രട്ടടിച്ച് സന്തോഷം ഉടിപ്പിച്ച് വിലാപത്തെ നൃത്തമാക്കി നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്, നിന്നെ ആദരിക്കുന്ന ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയും ഓ യോസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. ഓ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഓ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, ഗ്ലോറി 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 ഗ്ലോറി, കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഓ ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, ഓ നിത്യന രാജാവൻ കൂട്ടാളിയാണ്. ഓ ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, കൂടബാല ബാലബാല ഭീരബാല ഭൈരബാല ബാലബാല ബാലബാല കൂട്ടാളിയാണ്. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, ഓ കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടൂ. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ഓ പാട്ടുപാടൂ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, ഓ കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഓ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ കൂടബാല ബാല 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 ധീരബാല വൈഡബാല ബാല ബാല ആനന്ദദായകം. ഓ ഗാഗള ശബ്ദങ്ങൾ കേട്ടിടാൻ കൂടബാല ബാല ബാല ഭീരബാല വൈഡബാല കൂടബാല ബാല ഭീരബാല വൈഡബാല ബാല ബാല ഗാഗള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി ഘട്ടങ്ങളെ ജയം പ്രിയനെ കാണാറായെന്നു നീ. ഓ എപ്പോൾ നീ വന്നിടൂ, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ എന്നു നീ വന്നിടും. എപ്പോൾ നീ വന്നിടൂ, എത്ര നാൾ നോക്കി ഞാൻ
ഭൈഡബാല ബാലബാല ധീരബാല ഭൈഡബാല ധീരജാല ദൂടബാല ഭൈഡബാല ബാലബാല ധീരജാല ദൂരക്കട്ട ദൂട കമ്പലവേദി വൈഡക്കട്ട ധീരജാല ധീരക്കമ്പല വെള്ളിക്കട്ടി ധീരജാല ദൂടബാല ഭൈഡബാല സൈതരാജ ധീരബാല ഓ ധീപരാമ ദൂടബാല ഭൈഡബാല ബാലബാല അർദ്ധവേദി വൈദരാജ വൈഡബാല വൈഡബാല ഓ രീഗബാല ബാടബാല ഭീരബാല വൈഡബാല അർദ്ധവേദി വൈദരാജ വൈഡബാല ബാലബാല ധീരബാല ഓ റിബിക ബല 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 ദിരിബിക ബല 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 ശൈല ബല 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 കരമയർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ, അല്പം മുൻപ് സമയം പോയെന്നറിയാം, താമസിച്ചാണല്ലോ തുടങ്ങിയത്. തന്നെ ദൂരെ നിന്ന് അധികം വന്നവരില്ല, ജെയ്സൺ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്കെല്ലാം വണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അല്പം മിനിറ്റുകൾ എടുത്തത്. ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കാനുള്ളത്, ദൈവത്തിന്